വർഷങ്ങളായിട്ടുള്ള കളിയാക്കലുകൾക്ക് ഒരൊറ്റ മോഡൽ കൊണ്ട് തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് മാരുതി സുസുക്കി. ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടി ആരാധകരെ വിമർശകരെ ഒരേപോലെ അമ്പരിപ്പിച്ച മാരുതി സുസുക്കി ഡിസയർ ആണ് ലെറ്റ്സ് ഗോയുടെ പുതിയ എപ്പിസോഡ്. മാറ്റം മാത്രമല്ല, അകത്തും പുറത്തും ഒരുപാട് മാറ്റങ്ങളാണ് ന്യൂ ഡിസയറിൽ വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ നാരോ LED ഹെഡ്ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഷാർപ്പായ ഡിസൈൻ ആണ് വണ്ടിയുടെ മുൻഭാഗത്തുള്ളത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ വിസിബിലിറ്റി തന്നെയാണ്. ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹെഡ് ലാമ്പ്സിന് അടിയിലായിട്ടാണ്. ഈ ഒരു സെഗ്മെന്റിൽ ക്രിസ്റ്റൽ വിഷൻ ഹെഡ് ലാമ്പ് ആദ്യമായിട്ടാണ് മാരുതി പറയുന്നത്. അതുപോലെ LED DRLസും വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഫ്രണ്ട് ഗ്രില്ലാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഫ്ലാറ്റ് ആയിട്ടുള്ള ബോണറ്റ് ആണ് ന്യൂ ഡിസയറിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 163 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. കൂടാതെ LED ഫോഗ് ലാമ്പും വരുന്നുണ്ട്. ബമ്പർ ഡിസൈൻ കൂടുതൽ സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ മുന്നത്തെ മോഡലിൽ നിന്നും വ്യത്യസ്തമായി നല്ല ഫിനിഷിങ്ങോടുകൂടെ ബൾജി ഷേപ്പിൽ ഒരു ന്യൂ ഫ്രണ്ട് ലുക്ക് ആണ് വരുന്നത്. കൂടാതെ 15 ഇഞ്ച് അലോയ് വീൽസും 360 ഡിഗ്രി ക്യാമറയും വരുന്നുണ്ട്. റെയർ പ്രൊഫൈലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബൂട്ട് സ്പേസ്. കാണുമ്പോൾ കൂടുതൽ വലിപ്പം തോന്നിക്കുമെങ്കിലും 382 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. മാരുതിയുടെ മറ്റു വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാക്ക് പ്രൊഫൈലാണ് ന്യൂ ഡിസയറിൻ്റെത്. മുൻ മോഡൽ ഡിസയറുകളെ അപേക്ഷിച്ച് ടെയിൽ ലാമ്പ് ഡിസൈനിലും വ്യത്യാസമുണ്ട്. അതുപോലെ ടെയിൽ ലാമ്പ് എലമെന്റ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ടെയിൽ ഗേറ്റിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഡിസയർ ബ്രാൻഡിങ് കൊടുത്തിട്ടുള്ളത്. ഡിസയറിന്റെ ഇന്റീരിയർ ഫീച്ചേഴ്സ് സ്വിഫ്റ്റുമായി ഏറെക്കുറെ സിമിലർ ആണ്. ഡുവൽ ടോൺ ആണ് ഇന്റീരിയർ വരുന്നത്. സീറ്റ് ഒക്കെ കുറച്ചുകൂടെ പ്രീമിയം ആക്കിയിട്ടുണ്ട്. എന്നാലും വെന്റിലേറ്റർ സീറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയാണ്. മുന്നത്തെ ഡിസയറിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഹെഡ് റൂമും ലെഗ് റൂമും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. സോ ഞാനിപ്പോൾ ഓടിക്കുന്നത് ഡിസൈറിന്റെ ടോപ്പ് എൻഡ് വേർഷൻ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ പണ്ടത്തെ ഒരു ഡിസൈറിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് വണ്ടിയുടെ സ്മൂത്ത്നെസ്സും അതുപോലെ പവറും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. എസ്പെഷ്യലി ലേഡീസിനൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക, ഓട്ടോമാറ്റിക് ആവുമ്പോഴേക്കും ഒരു ഈസി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു ഈസി വേ എന്ന് പറയുന്നത് എപ്പോഴും ഓട്ടോമാറ്റിക് വേർഷൻ തന്നെയാണ്. പിന്നെ ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും വരുമ്പോഴേക്കും കുറച്ചും കൂടെ നമ്മൾ കംഫർട്ട് ആവുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി നമുക്കിപ്പോൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഡ്രൈവർ സൈഡിലേക്ക് ചെറിയൊരു സ്ലൈഡ് ആയിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു നാവിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ആക്സസബിൾ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
സോ അതും ഒരുപാട് നമുക്കൊരു കംഫർട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് അതും കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ന്യൂ ഡിസയറിൽ. അതുപോലെ പഴയ ഡിസയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ഡിസയറിന്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ 2.38 കിലോമീറ്ററും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ 3.1 കിലോമീറ്ററും മൈലേജ് വ്യത്യാസമുണ്ട്. അതുപോലെ 360-ഡിഗ്രി ക്യാമറ, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, കളർ MID, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ചാർജിംഗ് പോർട്സ് തുടങ്ങി നിരവധി ഫീച്ചേഴ്സും വരുന്നുണ്ട്. കൂടാതെ സെഗ്മെന്റിലെ ഫസ്റ്റ് പവേർഡ് സൺറൂഫ്, ക്രൂസ് കൺട്രോൾ, വയർലെസ് ചാർജർ, സുസുക്കി കണക്ട്, കണക്ടിവിറ്റി സൂട്ട് എന്നിങ്ങനെ ഒരുപാട് ഫീച്ചറുകളും പുതിയ ഡിസയറിലുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സിന് മാരുതി സുസുക്കി നൽകിയ ഇമ്പോർട്ടൻസ് ആണ് ഡിസയറിനെ 5 സ്റ്റാർ സേഫ്റ്റി എന്ന നേട്ടത്തിലേക്ക് എത്തിച്ചത്. എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡായി 6 എയർ ബാഗ്സ്, ഒപ്പം ABS, EBD, ESP, ISO ഫിക്സ്, ആങ്കറേജസ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. പുതിയ ഡിസയറിന് സ്വിഫ്റ്റിന്റെ Z സീരീസ് 12V പെട്രോൾ എഞ്ചിനാണ് മാരുതി സുസുക്കി കൊടുത്തിരിക്കുന്നത്. കരുത്തിനേക്കാൾ കാര്യക്ഷമതയ്ക്കാണ് പ്രാധാന്യം. മാനുവൽ ട്രാൻസ്മിഷനിൽ 24.79 കിലോമീറ്ററും AMT ട്രാൻസ്മിഷനിൽ 25.71 മൈലേജ്. പഴയ ഡിസയറിനെ അപേക്ഷിച്ച് മാനുവൽ 2.38 കിലോമീറ്ററും ഓട്ടോമാറ്റിക് 3.1 കിലോമീറ്ററും പുതിയ ഡിസയറിൽ മൈലേജ് കൂടുതലാണ്. 6.79 ലാക്സ് മുതൽ 10.14 ലാക്സ് വരെയാണ് ന്യൂ ഡിസയറിന്റെ വില. മറ്റൊരു വണ്ടിയുടെ പുതിയ വിശേഷവുമായി ലെറ്റ്സ് ഗോയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.